നവീൻ ബാബുവിൻ്റെ ബന്ധു അഡ്വക്കേറ്റ് അനിൽ നായർ ഇന്നലെ ജനം ഡിബേറ്റിൽ പങ്കെടുത്ത് പോലീസിൻ്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയ നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിലെ രക്തത്തിൻ്റെ സാന്നിധ്യത്തെപ്പറ്റി വെളിപ്പെടുത്തിയിരുന്നു. അദ്ദേഹം പ്രസക്തമായ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് ഞാൻ ഓരോന്നായി ഈ ചർച്ചയ്ക്കിടയിൽ അവതരിപ്പിക്കാം. മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ്റെ ഗൈഡ് ലൈൻസിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടി അദ്ദേഹം ഇന്നലെ വളരെ യുക്തിഭദ്രമായി ജനഡിബേറ്റിൽ അവതരിപ്പിച്ചിരുന്നു. എന്തുകൊണ്ട് പോലീസ് അസിസ്റ്റൻറ്റ് സർജൻ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പരിശോധിച്ചില്ല? അതൊരു വീഴ്ചയല്ലേ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ശ്രീ രാജ്മോഹൻ, എന്തായിരിക്കാം ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയ അസിസ്റ്റൻറ്റ് സർജൻ പരിശോധിക്കാതിരുന്നത്? അനിൽ നമ്പ്യാർ, അതൊരു ചോദ്യം തന്നെയാണ്. അതൊരു ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയോടുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യം തന്നെയാണ്. പൊതുസമൂഹം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ മരിച്ച ഈ അഡീഷണൽ ഡിസ്ട്രിക്ട് ADMൻ്റെ ഫാമിലി മെമ്പേഴ്സ് ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് ഈ ഡിസ്പാരിറ്റി? അതായത് ഇൻക്വസ്റ്റിൽ പറയുന്നു ഒരു ബ്ലഡ് സ്റ്റെയിൻഡ് ആയ ഒരു ക്ലോത്ത് ഉണ്ട്, അണ്ടർവെയർ ഉണ്ടെന്ന് പറയുന്നു. അതിനെക്കുറിച്ചിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വെരി സീരിയസ് ലാപ്സ് ആണ്, വെരി സീരിയസ് ലാപ്സ്. അപ്പോൾ സാധാരണ പോലീസ് ഒരു ഇൻക്വസ്റ്റ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ, പ്രേത വിചാരണ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ പ്രേതം പോസ്റ്റ്മോർട്ടത്തിന്, അതായത് കോസ് ഓഫ് ഡെത്ത് ഫൈൻഡിങ്സിന് വേണ്ടി അയച്ചു കൊടുക്കും സ്വാഭാവികമായിട്ട്. അപ്പോൾ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പൂർണ്ണമായി അല്ല കൊടുക്കുക, അതിന് പകരം ഒരു റിക്വസ്റ്റ് കൊടുക്കും. ഒരു സെപ്പറേറ്റ് ഒരു ഫോമാണ്, കേരള പോലീസിന് സെപ്പറേറ്റ് ഒരു ഫോമറ്റാണ്. ആ ഫോമറ്റിലാണ് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും എഴുതും. ആ ഡീറ്റെയിൽസിൻ്റെ കൂട്ടത്തിൽ ഈ കേസിൻ്റെ ബ്രീഫും അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്ട്സും എന്തൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ റിക്വസ്റ്റ് ഫോമിലാണ്, റിക്വസിഷൻ ഫോം, അതായത് മെഡിക്കൽ ഓഫീസർക്ക് ആരാണോ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത് ആ ഉദ്യോഗസ്ഥന് ഈ ഡെഡ് ബോഡി സഹിതം അതൊരു പോലീസുകാരനെ ഏൽപ്പിച്ച് ആ റിക്വസ്റ്റ് എഴുതി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആ റിക്വസിഷൻ ഫോമൊക്കെ എഴുതിയിട്ട് അത് കവർ ചെയ്ത് ഈ പോലീസുകാരനെ ഡെഡ് ബോഡി സഹിതം ഏൽപ്പിക്കും. അപ്പോൾ അതിലാണ് സാധാരണ ഇൻക്വസ്റ്റുള്ള വളരെ ഇങ്ങനെയുള്ള കണിശമായ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സംശയമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഭാഗം കൂടി നോക്കണം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ആ റിക്വസ്റ്റ് ഫോമിൽ കാണും. അത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ്. ആ ഡോക്യുമെൻ്റ് ഈ നമ്മുടെ ആ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അല്ലെങ്കിൽ പുതിയ ഭാരതീയ നാഗരിക സുരക്ഷാ സമിതി പ്രകാരം ഈ പുതിയ പ്രകാരം തയ്യാറാക്കുന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൻ്റെ ഒരു ബ്രീഫും അതിലെ കാര്യങ്ങളും എന്തൊക്കെ നോക്കണം, എങ്ങനെയൊക്കെ എന്തൊക്കെ സംശയങ്ങളുണ്ട് അതൊക്കെ പ്രതിപാദിച്ചുകൊണ്ടാണ് ലെറ്റർ പോവുക. ആ ലെറ്ററാണ് ഈ മെഡിക്കൽ ഓഫീസർ തുറന്നു നോക്കി അങ്ങേര് അതിനുശേഷം ആവശ്യമുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം വല്ല സംശയാസ്പദ ഇങ്ങനെ ഈ രക്തക്കറ പുരണ്ട ഒരു അണ്ടർവെയർ കണ്ടു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ മെഡിക്കൽ ഓഫീസർ തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോട് ആവശ്യമാണെങ്കിൽ ആ ക്ലോത്ത്, ആ മെറ്റീരിയൽ ഒബ്ജക്റ്റ് അതുകൂടി കൊണ്ടുവരാൻ ആവശ്യപ്പെടും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സ്, ലീഗൽ പ്രോസസ്സ്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് വ്യക്തമായിട്ടും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറഞ്ഞ ഒരു കാര്യം, അതായത് ബ്ലഡ് സ്റ്റെയിനുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തള്ളപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ബേസിക്കായിട്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്, അതായത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഏതാണ് കൂടുതൽ ക്രെഡിബിലിറ്റി എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എക്സ്പെർട്ട് ഒപ്പീനിയൻ ഡോക്ടേഴ്സിൻ്റെ ആണ്. അപ്പോൾ എവിടെയാണ് ഡിസ്പാരിറ്റി പറ്റിയത്, എവിടെയാണ് എവിടെയാണ് പാളിച്ച പറ്റിയത്, അത് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും തെളിവുകൾ നശിപ്പിക്കപ്പെട്ടോ, അതല്ല പ്രോപ്പറായിട്ട് തെളിവുകൾ പ്രസൻറ്റ് ചെയ്തിട്ടില്ലോ, ഇങ്ങനെ പല സംശയങ്ങളും ഈ ഒരൊറ്റ കാരണം കൊണ്ട് വരാം. കാരണം നമ്മൾക്കറിയാം ഈ കേസ് ആദ്യം മുതൽ തന്നെ, അതായത് അൺഡ്യൂ ഹേസ്റ്റ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർമാർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അൺഡ്യൂ ഹേസ്റ്റ് ഈ കേസിൽ ആദ്യം മുതലേ കാണുന്നുണ്ട്. ഇൻക്വസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പം ബന്ധക്കാർ വരാൻ വെയിറ്റ് ചെയ്യുന്നില്ല, ഓക്കെ.
പക്ഷേ ഇൻക്വസ്റ്റ് കണ്ടക്ട് ചെയ്തത് ഇൻഡിപെൻഡൻ്റ് ആയ വിറ്റ്നസിൻ്റെ മുഖാന്തരമാണോ? അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം നടത്താൻ പറ്റുമ്പം അവിടെ നടത്താൻ പാടില്ല, കാലിക്കറ്റ് നടത്തണം, ഒരു ടീം ഓഫ് ഡോക്ടറെ കൊണ്ട് നടത്തണം എന്നൊക്കെ പറഞ്ഞ് മരിച്ച ആളുടെ ബന്ധക്കാർ ആവശ്യപ്പെടുന്നു. അതിനൊക്കെ മറികടന്നുകൊണ്ടാണ് കണ്ണൂരിലുള്ള പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. അപ്പോൾ ഇതിൽ ടോട്ടലായിട്ട് അൺഡ്യൂ ഹേസ്റ്റും എന്തോ ഒന്ന് ഒളിപ്പിക്കാനുണ്ടോ അല്ല ഒളിപ്പിക്കാനില്ലയോ ഇതൊക്കെ ഒരു സംശയത്തിനെ നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോയിരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പം ഇതിൻ്റെ മരിച്ച ആളുടെ റിലേറ്റീവ്സ് ഒരു CBI ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി ഹൈക്കോടതി പോയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ബേസിക്കായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും ഇതിൽ വിട്ടുപോയിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നമുക്ക് എല്ലാം അറിയാം, അല്ലേ നമുക്കറിയാം ഈ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു പ്രോസസ്സാണ്. ഇറ്റ്സ് എന്താ പറയേണ്ടത്, ഹൈക്കോടതി സുപ്രീം കോടതി പല ജഡ്ജ്മെന്റിലും പറഞ്ഞിട്ടുണ്ട് അതൊരു ഡിവൈൻ പ്രോസസ്സ്, അതായത് ഒരു സേക്രഡ് പ്രോസസ്സാണത്. ആ സേക്രഡ് പ്രോസസ്സിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. അത്ര ഒരു പരിഭാവനമായ ഒരു കാര്യമാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചിട്ട് മരണത്തെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ അത് വളരെ വളരെ സേക്രഡ് ആയിട്ട് സുപ്രീം കോടതി ഒരുപാട് ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട്. ഇറ്റ്സ് എ സേക്രഡ് ഇൻവെസ്റ്റിഗേഷൻ, ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഇറ്റ്സ് എ സേക്രഡ് പ്രോസസ്. അത്ര പരിഭാവനമായ പ്രോസസ്സായി നടത്തേണ്ട ഒരു സംഗതിയാണ്. എന്നുമല്ല പല ജഡ്ജ്മെന്റിലും പറയുന്നുണ്ട് ഇത് ജസ്റ്റ് ജുഡീഷ്യറിയുമായി തന്നെ ഇൻഡിപെൻഡൻ്റ് ആയ ഒരു സാധനമാണെന്നാണ് പറയുന്നത്. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഷാഡ് ബി ഇൻഡിപെൻഡൻറ്റ് ആസ് ജുഡീഷ്യറി, അങ്ങനെയാണ് പല ജഡ്ജ്മെന്റിലും പറയുന്നത്. അപ്പം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വളരെ കണിശമായിട്ടും ശുഷ്കാന്തിയോടും കൂടി കേസ് കൈകാര്യം ചെയ്യണമായിരുന്നു. അങ്ങനെ കൈകാര്യം ചെയ്തതെല്ലാം അപാകതകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിലെ ഈ ഒരുപാട് അപാകതകൾ പറയാനുണ്ട്. പിന്നെ ഇൻവെസ്റ്റിഗേഷനിൽ ഈ ഡിജിറ്റൽ തെളിവുകൾ കൊണ്ടുവരുന്നത്, അങ്ങനെ പല കാര്യങ്ങളും പല അഭിപ്രായ വ്യത്യാസങ്ങളും പല സമയങ്ങളിലും ഉണ്ട്. കാരണം ഈ കേസ് ബേസിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഒരാളുടെ അയാൾക്ക് ഒരു സ്ഥലം മാറ്റത്തിന് ഇത്ര വലിയ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യാറില്ല. അങ്ങനെ അറേഞ്ച് ചെയ്തതിനു ശേഷം അവിടെ അതിൽ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി ഒരു വീഡിയോ റിപ്പോർട്ടറായിട്ട് വന്നിട്ട് അത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ പോകുന്നൊരു കേസാണിത്. അപ്പോൾ തികച്ചും ഇത്ര സീരിയസ് ആയ കേസ്, കൂടാതെ ആ ജില്ലയിലത്തെ നമ്പർ 2 അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, കലക്ടർ കഴിഞ്ഞാൽ നമ്പർ 2 അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ്, അദ്ദേഹമാണ് മരിച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹം മരിച്ച സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി, അതായത് പോലീസ്, അതിനെക്കുറിച്ചിട്ട് വ്യക്തമായൊരു ധാരണയും ഒരു മുൻധാരണയും, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു മനുഷ്യനാണ് മരിച്ചു കിടക്കുന്നത്. അപ്പോൾ ആ കേസ് അത്ര സീരിയസ് ആയി കൈകാര്യം ചെയ്യണമായിരുന്നു. പക്ഷേ ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തതും ലോവർ ലെവൽ ഓഫീസർമാരായിപ്പോയി. അതിൻ്റെ മുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു, ചർച്ചകൾ വന്നു, പൊതുസമൂഹം പ്രതികരിച്ചു. അപ്പോഴൊരു ടീം ഫോം ചെയ്ത്, എന്നിട്ടും ആ ടീമിൻ്റെ ഹെഡായ ജില്ലാ പോലീസ് മേധാവി ഇതുവരെ പത്രസമ്മേളനം പോലും നടത്തിയിട്ടില്ല. എന്താണ് ഇങ്ങനെയൊക്കെ സംശയങ്ങൾ വരുന്നത്? ആ സംശയം ദൂരീകരിക്കുന്ന ഉത്തരവാദിത്വം ആ ജില്ലാ പോലീസ് മേധാവിക്കുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ജില്ലയിൽ നടന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയ കേസാണ്. അദ്ദേഹത്തിൻ്റെ ജില്ലയിലെ ഒരു അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് മരിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചിട്ട് ജില്ലാ പോലീസ് മേധാവി അദ്ദേഹത്തിൻ്റെ കീഴിലെ പോലീസിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നൊന്നും പറയണ്ട, അത് ആരും ഒന്നും പറയുന്നില്ല. ടോട്ടൽ എല്ലാവരും സൈലൻ്റ് ആണ്. ഈവൻ IG, DIG, DGP ടോട്ടൽ എല്ലാവരും സൈലൻ്റ് ആണ്. എന്താണ് എവിടെയാണ് പറ്റിയത്? നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഇത്ര ഇമ്പോർട്ടൻ്റ് ആയി കൊണ്ടുപോയ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടതിന് പകരം എല്ലാവരും മൗനം. ആകെ സംസാരിക്കുന്നത് ഈ SIമാരും CIമാരും മാക്സിമം ഒരു DYSP ലെവലിലെ ആൾക്കാരാണ് ഇതിനെക്കുറിച്ച് വല്ല അഭിപ്രായങ്ങളും പറയുന്നത്. കൊടുക്കുന്ന പേപ്പറൊക്കെ എല്ലാ പേപ്പറും ഒപ്പിടുന്നത് SIമാരും അല്ലെങ്കിൽ SHOമാരുമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കേസിൽ എന്തുകൊണ്ട് ടീമിലത്തെ സീനിയർ ഓഫീസർമാർ ബന്ധപ്പെടാത്തത്? ഈ ടീം ഹെഡ് എന്തുകൊണ്ടാണ് കാര്യങ്ങൾ വിശദീകരിക്കാത്തത്? ഇതൊക്കെ ഒരുപാട് ദുരൂഹത ഈ കേസിൽ കിടക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലെ ദുരൂഹത കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനത്തിന് അഭിപ്രായങ്ങൾ, പൊതുസമൂഹത്തിന് പല അഭിപ്രായക്കേട് വരും. അത് ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം കേരള പോലീസ് തന്നെയാണ്. കാരണം കേരള പോലീസ് ഒരുപാട് കേസുകൾ അന്വേഷിച്ച് തെളിയിച്ച ടീമാണ്. അതിലൊന്നും ആർക്കും സംശയമില്ല, അവരുടെ എഫിഷ്യൻസി ഒന്നും സംശയമില്ല. കാരണം ഈ കഴിഞ്ഞ ആഴ്ച തന്നെ കണ്ണൂർ ജില്ലയിൽ തന്നെ അവിടുത്തെ പോലീസ് എഫിഷ്യൻ്റ് ആണ്. കാരണം ഒരു വലിയ പ്രമാദമായ ഒരു കളവ് കേസ് തെളിയിച്ചിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ റൂറലിൽ മെനിഞ്ഞാന്ന് ഒരു ഹിറ്റ് ആൻഡ് റൺ കേസിൽ നിർത്താതെ പോയ ഒരു വാഹനം നമ്മുടെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ പോലീസ് എഫിഷ്യൻ്റ് ആണ്. പക്ഷേ എഫിഷ്യൻ്റ് ആയ പോലീസിനെ ചില ആൾക്കാർ കടിഞ്ഞാടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആരോ പറഞ്ഞ മാതിരി കൂട്ടിലടച്ച തത്ത എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ പോലീസിലത്തെ ചില ഉദ്യോഗസ്ഥന്മാരെ കൂട്ടിലടക്കുകയാണോ? അതുകൊണ്ടാണോ അന്വേഷണം ഇങ്ങോട്ട് ഇങ്ങനെ പോകുന്നത്? ഞങ്ങൾക്കൊക്കെ ബലമായ സംശയമുണ്ട്. കാരണം ഇങ്ങനെയല്ല ഇൻവെസ്റ്റിഗേഷൻ പോണത്. ഒരു കേസ് അന്വേഷണം, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ മാതിരി മരണപ്പെട്ടൊരു കേസൊക്കെ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് ഉത്തരവാദിത്വമുണ്ട്, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നീതി നടപ്പാക്കണം.
നീ നടപ്പാക്കിയാൽ മാത്രം പോരാ, നീ ഇത് നടപ്പാക്കിയെന്ന് പൊതുസമൂഹത്തിന് ബോധ്യം വരണം. കാരണം അവിടെ ഒരാൾ മരിച്ച കേസാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്ക് ആ ബോധ്യം വരണം നീതി നടപ്പാക്കി എന്നുള്ളത്. അപ്പോൾ ഇവിടെ അതൊക്കെ ഫെയിലിയറായി കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് അതിനെപ്പറ്റി അതിൻ്റെ ജില്ലാ പോലീസ് മേധാവി ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ വിശദീകരിക്കണം. അങ്ങനെ വിശദീകരണം കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ പല ആൾക്കാരും ഈ ഹൈക്കോടതിയിൽ പോയിട്ട് ഒരു CBI ഇൻവെസ്റ്റിഗേഷനോ അല്ല വേറൊരു മോണിറ്റർഡ് ഇൻവെസ്റ്റിഗേഷനൊക്കെ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അത് ചോദിക്കാൻ കാരണം ഇതിൽ ഒരുപാട് ഡിസ്പാരിറ്റി, ഒരുപാട് ലാക്കുനാസ്, സീരീസ് ഓഫ് ലാക്കുനാസ് ഈ കേസ് കാണാൻ പറ്റും. നമ്മളൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത ആൾക്കാരായതുകൊണ്ട് പറയാണ് ഒരുപാട് ലാക്കുനാസ് ഉണ്ട്. ആ ലാക്കുനാസ് ഒക്കെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് കവർ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു ലീഗലായിട്ടുള്ള ഒരു റെമഡി ഈ മരിച്ച ആളുടെ ഫാമിലി കൊടുത്തു എന്ന് കരുതാൻ പറ്റുള്ളൂ.